ഞാൻ സദാനന്ദൻ, കൊട്ടാരത്തിലെ റിസീവറുടെ പിയയാ. ഇത് കുറച്ച് പായസം. ഇന്നെന്റെ പിറന്നാളാ. അയ്യോ വേണ്ടിയിരുന്നില്ല. അവിടെ ഇതൊക്കെ വെക്കാൻ ആരാ ഉള്ളത്? ഞാനൊരു കുക്കിനെ നിർത്തിയിട്ടുണ്ട്, ഉർമീസ്. പേര് ഉർമീസ് എന്നാണെങ്കിലും പ്രവൃത്തിയൊക്കെ കൊട്ടാരച്ചിട്ടയിൽ തന്നെ. എന്താ പേര്? രോഹിണി. നക്ഷത്രവും അത് തന്നെയാവും അല്ലേ? അല്ല, മകം. മകം പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്തൊരു യോജിപ്പ്. ഇന്ന് ജന്മനാളെന്നല്ലേ പറഞ്ഞത്? അതെ. അതിനൊന്ന് പൂരമല്ലല്ലോ, ആയില്ലയല്ലേ? അതെ, ആയില്യാണ്. എന്നാ പൂരവുമാണ്. ഇപ്പൊ ഈ നാളുകൾക്കൊന്നും ഒരു സ്ഥിരതയും ഇല്ലാണ്ടായി. രാഷ്ട്രീയക്കാരെ പോലെ എപ്പോ വേണമെങ്കിലും കാര്യം പറയാൻ പിടിച്ചാട്ടെ. പാത്രം ഇപ്പത്തെ വേണമെന്നില്ല. അബദ്ധമായല്ലോ. ഇവളീ നാളെ കയറി പിടിക്കുന്ന ആരുണ്ട്? വേറെ നമ്പർ ഇടാം. ഇങ്ങനെ പോയാലേ അവൻ റിസീവറും വക്കീല് ഗുമസ്തനുമാകും. ഇന്ന് അവൻ പായസം ഉണ്ടാക്കി അവക്ക് കൊടുത്തു, നാളെ അവൻ പോയസം ഉണ്ടാക്കി നമുക്ക് തരും. നനഞ്ഞട നോക്കി കുഴിക്കുക അവൻ കൊഴുത്തുരുമ്പ്. പെട്ടുപോയില്ലേ, ഇനി സഹിച്ചല്ലേ പറ്റൂ. എത്ര നാൾ സഹിക്കും? അവന്റെ ഒരു അധികാരവും പരിധി വിട്ടുള്ള പെരുമാറ്റം ഒന്നും എനിക്ക് ഇങ്ങോട്ട് സൂഹിക്കുന്നില്ല. ഒരലവലാളിയുടെ മുമ്പിൽ നമ്മൾ എത്ര നാൾ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കും? അവൻ വലിയ രാജാവ്, നമ്മൾ വെരി പൂർ പ്രജകളും. അവന്റെ ജാതകത്തിലും ചിലപ്പോൾ രാജയോഗം കാണുമായിരിക്കും, അത് അനുഭവിച്ചല്ലേ പറ്റൂ. അല്ല, ഇത് കുരുട്ട് ബുദ്ധി കൊണ്ട് കവർന്നെടുത്ത രാജയോഗമാണ്. അത് നമ്മൾ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. അവൻ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തി അടിക്കണം. എങ്ങനെ? എന്റെ പ്രിയപ്പെട്ട രോഹിണി നക്ഷത്രമേ, ഇന്ന് ഞാൻ തന്ന പായസം പായസമേ അല്ല, എന്റെ പ്രേമത്തിന്റെ സിമ്പലാണ്. എന്റെ സതുവേട്ടാ എന്ന രോഹിണിയുടെ കുയിൽനാദം എന്റെ കർണപുടങ്ങളിൽ ഡും 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 എന്ന് അലയടിക്കുകയാണ്. പക്ഷേ അതെല്ലാം തകർക്കാൻ വേഷം കെട്ടി നടക്കുന്ന രണ്ട് കശ്മലന്മാരുണ്ട് ഇവിടെ. ആ ഫൽഗുണന്മാർ ഇന്ന് എന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണ്. തീപ്പട്ടി ഉണ്ടോ? ഒന്ന് പോടോ. ഉണ്ടെങ്കിൽ കൊടുക്കണോ? അയ്യടാ. ഈശോയെ, അനക്കമില്ല. അവൻ ചത്തു.